പാകിസ്ഥാൻ ഒരു ഭാഗത്ത് സഹായത്തിനായി യാചിക്കുകയും മറുഭാഗത്ത് ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുകയുമാണെന്ന് BJP MP ഗുലാം അലി ഖഡാന പറഞ്ഞു. രവിശങ്കർ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള പാർലമെന്ററി പ്രതിനിധി സംഘത്തിൽ അംഗമായ ഖഡാന ലണ്ടനിൽ ഇന്ത്യ ഹൌസിൽ ഇന്ത്യൻ വംശജരോട് സംസാരിക്കുകയായിരുന്നു. ഭീകരവാദത്തെ എങ്ങനെ അടിച്ചമർത്തണമെന്ന് ഇന്ത്യക്കറിയാം. ഇക്കാര്യത്തിൽ ആരുടെയും മധ്യസ്ഥത ആവശ്യമില്ല. 370 വകുപ്പ് പിൻവലിച്ചതിന് ശേഷം കാശ്മീരിലെ ജനാധിപത്യ പ്രക്രിയ സജീവമായതോടെ പാകിസ്ഥാൻ അസ്വസ്ഥമായി. 3 നദികളിൽ നിന്നുള്ള വെള്ളമാണ് ഇന്ത്യ പാകിസ്ഥാന് നൽകിയത്. എന്നാൽ പാകിസ്ഥാൻ പകരമായി തിരിച്ചു നൽകിയതാകട്ടെ നുഴഞ്ഞുകയറ്റവും ഭീകരവാദവും മയക്കുമരുന്നുമാണ്. 30 വർഷം കൊണ്ട് 40,000 പേരാണ് കശ്മീരിൽ കൊല്ലപ്പെട്ടത്. എത്രയോ കുഞ്ഞുങ്ങൾ അനാഥരായി, പ്രത്യേകിച്ച് കശ്മീരി പണ്ഡിറ്റുകൾ. പാകിസ്ഥാൻ നടത്തിയത് വംശഹത്യയ്ക്ക് വേണ്ടിയുള്ള ഭീകരവാദമാണെന്ന് മുൻ കേന്ദ്രമന്ത്രി MJ അക്ബർ പറഞ്ഞു. പാകിസ്ഥാൻ ഉണ്ടായത് ജനാധിപത്യ പ്രക്രിയയിലൂടെയല്ല. 1946 കൽക്കട്ട കൊലപാതകത്തിലൂടെയാണ്. 1971 ധാക്കയിലും അവർ കൂട്ടക്കുരുതി നടത്തി.